പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകളും അതുപോലെ മൈക്രോബുകളും ഉണ്ടാക്കിയെടുക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം മാർഗങ്ങളാണ്? മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് മൈക്രോബ് ആൻഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? RNA വഴി നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ BT ടോക്സിൻ അല്ലെ, BT ടോക്സിന്റെ ജീൻ എന്താണ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തും എന്താക്കി മാറ്റാം? പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കി മാറ്റാം അല്ലെ. അപ്പൊ നമ്മൾ പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നതായിട്ട് പഠിച്ചു. ഒന്ന് BT ടോക്സിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് BT കോട്ടനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കി മാറ്റി. പിന്നെ മെലോഡിഗൈന ഇൻകൊഗ്നീഷ്യ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ് അല്ലെ, അല്ലെങ്കിൽ റൂട്ട് നോട്ട് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് ടൊബാക്കോ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? ഇന്റർഫറൻസ് വഴിയാണ് അല്ലെ. അപ്പൊ ഇത് രണ്ട് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ആൻസർ എന്ത് വരും? ബോത്ത് മാറ്റു. RNA ഉണ്ട്, യൂസ് ഓഫ് BT ടോക്സിൻ ഉണ്ട്. അപ്പൊ ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് GM ക്രോപ്പ്? അപ്പൊ GM ക്രോപ്പിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ഇതിൽ അഡ്വാൻറ്റേജ് അല്ലാത്ത ഏതാന്ന് നോക്കാം. ഫസ്റ്റ് നോക്കി, ഇൻക്രീസ്ഡ് ക്രോപ്പ് ടോളറൻസ് ടു സാൾട്ട് ഇൻ സോയിൽ അല്ലെ. ഇപ്പൊ സാൾട്ട്, ഡ്രോട്ട്, കോൾഡ് ഇതിനൊക്കെ റെസിസ്റ്റന്റ്, എബയോട്ടിക് സ്ട്രെസ്സസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് ഏതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പഠിച്ചു. അപ്പൊ അത് ശരിയാണ്. അടുത്ത് നോക്കിയാൽ ഇൻക്രീസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഇൻക്രീസ് റിലയൻസ് ആണോ? റിഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമ്മൾ പഠിച്ചല്ലേ. അതേ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനുള്ള ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പഠിച്ചത്. ഇപ്പൊ BT കോട്ടന്റെ കേസിൽ അവിടെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്തിനാ നശിപ്പിക്കാൻ? മോൾവേമിനെ നശിപ്പിക്കാൻ അല്ലെ. അപ്പം കെമിക്കൽ പെസ്റ്റിസൈഡ്സിനോടുള്ള ആശ്രയത്വം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻക്രീസ്ഡ് റിലയൻസ് ഓൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റിഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്, അതുപോലെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് അല്ലെ. അപ്പൊ അതെല്ലാം ശരിയാണ്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നുള്ള ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡന്റിഫൈ ദ ജീൻ ആൻഡ് ഇറ്റ്സ് പ്രോട്ടീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോറർ. അപ്പൊ നമ്മള് 3 ജീനുകളെ കുറിച്ച് പഠിച്ചത് അല്ലെ. ക്രൈജീൻ, Cry1 AC ആൻഡ് Cry2 AB എന്താണ് റെസിസ്റ്റന്റ്? കോട്ടൺ ബോൾവേം റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ. അതുപോലെ Cry1 AB ആണ് എന്ത് റെസിസ്റ്റന്റ്? കോൺ ബോറർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ. അപ്പം ഏതാണ് അപ്പൊ ഇവിടെ വരുന്നത്? Cry1 AB. അപ്പം Cry1 AB ആൻഡ് Cry1 AB ആ ഒരു ഓപ്ഷൻ നമുക്ക് കേട്ടോ. അപ്പൊ രണ്ട് Cry1 AB എഴുതിയെന്നേ ഉള്ളൂ. കാരണം രണ്ട് ഇത് വെച്ച് ഓരോ ഓപ്ഷൻസ് വന്നുകൊണ്ട് അതേപോലെ ഇത് മാച്ച് ആക്കാൻ വേണ്ടി അങ്ങനെ എഴുതുന്നു കേട്ടോ. Cry1 AB ആൻഡ് Cry1 AB. ഓക്കെ, അപ്പൊ ഏത് ഓപ്ഷൻ വരും? ഫസ്റ്റ് വൺ. മറ്റേതെന്താണ്? 3 ജീൻ നമ്മൾ പഠിച്ചു. Cry1 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലെ. Cry1 AC, Cry2 AB എന്താണ്? കോട്ടൺ ബോൾവേം റെസിസ്റ്റന്റ് ആണ്. അതുപോലെ Cry1 AB എന്ത് റെസിസ്റ്റന്റ് ആണ്? കോൺ ബോറർ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്തത്, ഹ്യൂമൻ ഇൻസുലിൻ ഈസ് ബീയിങ് കൊമേഴ്സ്യലി പ്രൊഡ്യൂസ്ഡ് ഫ്രം എന്നുള്ള അമേരിക്കൻ കമ്പനി ആരെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്? ഏത് ഹോസ്റ്റ് സെൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുത്തത്? ഇക്കോളെ ഉപയോഗിച്ചാണ് അല്ലെ. ഇക്കോളയുടെ പ്ലാസ്മിഡിലേക്കാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജീൻ ഫോർ എന്താണ്? പെപ്റ്റൈഡ്, A പെപ്റ്റൈഡ് ആൻഡ് B പെപ്റ്റൈഡ് അല്ലെ. അപ്പൊ A ചെയിനും B ചെയിനും വേണ്ട ജീനുകൾ ഇക്കോളയുടെ പ്ലാസ്മിഡിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇവിടെ അവിടുത്തെ ട്രാൻസ്ജനിക് ഓർഗാനിസം ട്രാൻസ്ജനിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? വേറൊരു ജീവിയുടെ ജീനോട് കൂടിയ ജീവികളെയാണ് ട്രാൻസ്ജനിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഏതാ ട്രാൻസ്ജനിക് ഓർഗാനിസം? ഇക്കോളയാണ് അല്ലെ. ഇനി ഹൗ മെനി റീകോമിനന്റ് തെറാപ്യൂട്ടിക്സ്? ഇപ്പൊ റീകോമിനന്റ് DNA ടെക്നോളജി വഴി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ നമ്മൾ പല തെറാപ്യൂട്ടിക് പർപ്പസ് ഉപയോഗിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ്? ഹ്യൂമൻ ഇൻസുലിൻ, ഇക്കോളയിൽ നിന്നുണ്ടാക്കിയ ഹ്യൂമൻ ഇൻസുലിൻ, അതുപോലെ ചില ഇന്റർഫെറോണുകൾ അല്ലെ, ഇന്റർലൂക്കിൻസ്, ക്യാൻസർ ട്രീറ്റ് ഇന്റർലൂക്കിൻ, അങ്ങനെ ധാരാളം റീകോൺ പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ ആൽഫ-1 ആന്റിട്രിപ്സിൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ എത്രത്തോളം റീകോമിൻ തെറാപ്യൂട്ടിക്സിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് ഹ്യൂമൻ യൂസ് എത്രയാണത്? 30ഓളം എണ്ണം ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എത്രയുള്ളൂ? 12 എണ്ണം. അപ്പൊ 30. അപ്പം വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 30ഓളം റീകോമിനന്റ് പ്രോട്ടീൻ, അതായത്
റീകോൺ DNA ടെക്നോളജി ഉണ്ടാക്കിയെടുത്ത പ്രോട്ടീന് തെറാപ്യൂട്ടിക് പർപ്പസ് ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. അത് ഇന്ത്യയിൽ എത്ര എണ്ണമാണ് അനുമതി കിട്ടിയിട്ടുള്ളത്? 12 എണ്ണമാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. വേൾഡ് വൈഡ് 30. അപ്പൊ ഇവിടെ വേൾഡ് വൈഡ് ആയിട്ട് എടുത്താൽ മതി. ഹൗ മെനി റീകോൺ തെറാപ്യൂട്ടിക്സ് ഹാവ് ബീൻ അപ്രൂവ്ഡ് ഫോർ ഹ്യൂമൻ യൂസ് ഇൻ ദ വേൾഡ് ഓവർ എന്നാണ് അല്ലേ. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ? 30 എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 12. ഇനി അടുത്തത് which enzyme was targeted during the first clinical gene therapy given in 1990 for a 4-year-old girl. അപ്പോൾ 4-year-old ഗേളിലാണ് ആദ്യത്തെ ജീൻ തെറാപ്പി നടത്തിയതെന്ന് പറഞ്ഞു. എന്ത് ട്രീറ്റ് ചെയ്യാനാണ്? അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? അഡിനോസിൻ ഡിഅമിനേസ് ഉള്ള എൻസൈം ആണ് അവിടെ കൊടുത്തത്. അതിന്റെ ജീനാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ADA ജീൻ എന്ന് പറയും, അഡിനോസിൻ ഡിഅമിനേസ്. ഇനി അടുത്തത് ടെക്നിക്സ് ദാറ്റ് സെർവ് ദ പർപ്പസ് ഓഫ് ഏർലി ഡയഗ്നോസ്റ്റിക് അല്ലേ. ഇപ്പൊ ഏർലി ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് വരുന്നതാണ്. അപ്പൊ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് വരുന്ന ഏതൊക്കെയാണ്? PCR വരുന്നുണ്ട്, ELISA വരുന്നുണ്ട് അല്ലെ. ബ്ലഡ് സെറവും യൂറിൻ ഒക്കെ അനലൈസ് ചെയ്യുന്നത് കൺവെൻഷണൽ ഡയഗ്നോസിസ് രീതിയാണ് അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ പത്തജന്റെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. ഒരു സിംറ്റംസ് ഉണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മൾ രോഗം നിർണയം ഇതിലൂടെ നടത്തുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്തും യൂറിൻ ടെസ്റ്റ് ചെയ്തും ഒക്കെ അല്ലേ. അപ്പം ഏർലി ഡയഗ്നോസ് ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. PCR-ലൂടെയും ELISA-യിലൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്യാം അല്ലേ. പിന്നെ വേറെ ഒന്നാണ് റീകോൺ DNA ടെക്നോളജി എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് റീകോൺ DNA ടെക്നോളജി എന്നാണ് NCERT ഉള്ളെങ്കിലും ആക്ച്വലി അതാണ് DNA ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്ത് വരും both 1 and 2, PCR and ELISA. Which of the following protein product has been used to treat emphysema? എംഫിസീമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച റീകോൺ പ്രോട്ടീൻ ഏതാണ്? ആൽഫ-1 ആന്റിട്രിപ്സിൻ അല്ലേ. ആൽഫ-1 ആന്റിട്രിപ്സിൻ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു ട്രീറ്റ് എംഫിസീമ. ആൽഫ ലാക്ടാൽബിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഹ്യൂമൻ പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പൊ ഈ ആൽഫ ലാക്ടിൻ എൻറിച്ച്ഡ് ആയിട്ട് മിൽക്കാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റൂസി എന്നുള്ള ട്രാൻസ്ജനിക് കൗ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതെന്നാ ഉണ്ടാക്കിയത്? 1997. TPA എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. ഇതൊരു റീകോൺ പ്രോട്ടീൻ ആണ് കേട്ടോ. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് TPA എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊക്കെ എന്താ ബ്ലഡ് കട്ടിയായി കിടക്കും. നമ്മുടെ കൈയൊക്കെ ചതയത്തില്ലേ, ചതയുമ്പോൾ അവിടെ ബ്ലഡ് കട്ടിയായി കിടക്കും അല്ലെ, കറുത്തിങ്ങനെ നടക്കും. ആദ്യം നീല കളർ ആയിരിക്കും, പിന്നെ കറുപ്പ് നിറഞ്ഞിട്ട്. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇല്ലാതാവും അല്ലെ. അപ്പൊ ആ ബ്ലഡ് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് TPA എന്ന് പറയുന്നത്. ഒരു ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്ന് ഉണ്ടാകുന്നതാണ് TPA എന്ന് പറയുന്നത്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് സ്വന്തമായിട്ട് ആ ബ്ലഡ് ക്ലോട്ടിനെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആ ഇഞ്ചേർഡ് ടിഷ്യൂവിനെ സറൗണ്ടഡ് ടിഷ്യൂ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? TPA പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യും. പക്ഷേ ഹാർട്ടിലും ബ്രെയിനിലും ഒക്കെ ആണ് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. അതിന് സാവകാശം കിട്ടത്തില്ല അല്ലെ. സാവകാശത്തിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായാലും എന്താണ്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ബ്ലഡ് ക്ലോട്ട് ലയിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. പക്ഷേ ഹാർട്ടിലും ബ്രെയിനിലും ഒക്കെയാണ് ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സാവകാശം കിട്ടത്തില്ല. കാരണം അത് ഹാർട്ടിന്റെ ഒരു ഫംഗ്ഷൻ ഒരു 2-3 മിനിറ്റത്തേക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ ഡെത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഈ ഹാർട്ടിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുമ്പോൾ ഡെത്ത് ഉണ്ടാകും. പക്ഷെ അവിടെ എന്തിനുള്ള സാധ്യത കിട്ടുന്നില്ല, എന്തൊരു സാവകാശം കിട്ടുന്നില്ല? TPA പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാവകാശം കിട്ടുന്നില്ല. അപ്പൊ ഈ TPA ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ബ്ലഡ് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ TPA നമുക്ക് എന്തിനെ ഉണ്ടാക്കിക്കാൻ പറ്റും? ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഓർഗാൻസ് കൊണ്ട് TPA ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ TPA ഒക്കെ എന്തിനു നമുക്ക് ഉപയോഗിക്കാം? സിവിയർ ആയിട്ടുള്ള കാർഡിയാക് എന്താണ് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകത്തില്ലേ, ആ സമയത്ത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ സാധിക്കും. ഇഞ്ചെക്ട് ചെയ്ത ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ TPA എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് കേട്ടോ. റോസി, എ ട്രാൻസ്ജനിക് കൗ, ഈസ് നോൺ ടു പ്രൊഡ്യൂസ് എ ടൈപ്പ് ഓഫ് മിൽക്ക് വിച്ച് ഹാസ് ഓൾ ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ് അതിന് ഉള്ള ക്യാരക്ടേഴ്സ്? അതിൻ്റെ അകത്തെ ഹ്യൂമൻ പ്രോട്ടീൻ കണ്ടന്റ് എത്രയാണ്? 2.4 gram per liter. ഹ്യൂമൻ പ്രോട്ടീൻ കണ്ടന്റ് ആണ് കേട്ടോ, പ്രോട്ടീൻ കണ്ടന്റ് അല്ല. ഹ്യൂമൻ പ്രോട്ടീനായ ആൽഫ ലാക്ടാൽബുമിൻ ആണ് 2.4 gram per liter. വേറെ പ്രോട്ടീൻ എന്ന കേസ് ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ ഉണ്ട് കേട്ടോ, അതിന്റെ അളവ് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഹ്യൂമൻ പ്രോട്ടീൻ കണ്ടന്റ് എന്നാണ് അവിടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പൊ ഹ്യൂമൻ പ്രോട്ടീൻ അവിടെ എത്രയുണ്ട്? 2.4 gram per liter ഉണ്ട്. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ആണ് അതിൻ്റെ അകത്തുള്ളത്. മോർ ബാലൻസ്ഡ് ഡയറ്റ് ദാൻ നോർമൽ കൗ മിൽക്ക് അല്ലെ. വാസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2001 ആണോ? 1997 റോസി എന്നുള്ള ട്രാൻസ്ജനിക് കൗവിനെ ഉണ്ടാക്കിയെടുത്തത് അല്ലേ.
അപ്പൊ അത് അവിടെ തെറ്റാണ്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. Question number 10. Which of the Indian plants have either been patented or attempted have been made to patent them by Western countries, അല്ലേ, ഫോർ ദെയർ കൊമേഴ്സിൽ? അപ്പം ഇന്ത്യയിലെ ഏതൊക്കെ പ്ലാന്റിന്റെ എന്താണ് പേറ്റന്റ് കരസ്ഥമാക്കാണ് വെസ്റ്റേൺ കൺട്രിയിൽ ശ്രമം ആരംഭിച്ചിട്ടുള്ളൂ, അല്ലെ ശ്രമിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ശ്രമം ആരംഭിച്ചിട്ടുള്ളൂ? ഏതിന്റെയൊക്കെയാണ്? നീം ആൻഡ് ടർമറിക് കേട്ടോ, നീമും ടർമറിക്കും. അപ്പം ബോത്ത് 2 and 3. Question number 11. Which of the following is a transgenic plant? The transgenic plant ഏതാണ്? ട്രാൻസ്ജനിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എ പ്ലാന്റ് വിത്ത് എ ഫോറിൻ ജീൻ, അല്ലെ ഒരു ഫോറിൻ ജീനുള്ള പ്ലാന്റിനെയാണ് ട്രാൻസ്ജനിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഞാനിത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള ടൊമാറ്റോ ആണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ. എന്തുകൊണ്ട് ലോങ് ഷെൽഫ് ലൈഫ്? ഈ ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ എന്താ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചു കാണുമായിരിക്കും +1-ലൊക്കെ. അത് ഈ ഫ്രൂട്ട് റൈപ്പനിങ് സമയത്ത് ഇപ്പൊ നമ്മൾ പച്ചമാങ്ങ വളരെ ഹാർഡ് ആയിരിക്കും, അല്ലെ? പക്ഷെ പഴുത്ത മാങ്ങ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് ഞെക്കുള്ളൂ, സോഫ്റ്റ് ആവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് റൈപ്പനിങ് സമയത്ത് ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് പെക്റ്റിനേസ്. ആ പെക്റ്റിനേസ് എന്നുള്ള എൻസൈം എന്തിനെ ഡൈജസ്റ്റ് ചെയ്യും? മിഡിൽ ലാമെല്ലയെ ഡൈജസ്റ്റ് ചെയ്യും. ഇപ്പൊ രണ്ട് സെൽവാളുകൾക്കിടയിലുള്ള സിമെന്റ് മെറ്റീരിയൽ മിഡിൽ ലാമെല്ല, ഈ മിഡിൽ ലാമെല്ലയെ പെക്റ്റിനേസ് ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഫ്രൂട്ട് സോഫ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ പെക്റ്റിനേസ് പലതരത്തിലുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന പെക്റ്റിനേസ്, അതായത് ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പെക്റ്റിനേസിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ എന്താ ചെയ്തിരിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അതിലുള്ള പെക്റ്റിനേസിന്റെ പ്രൊഡക്ഷനെ എന്ത് ചെയ്തു? ഇൻഹിബിറ്റ് ചെയ്തു, ചെക്ക് ചെയ്തു. അപ്പൊ ആ പെക്റ്റിനേസിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന കാരണം ഫ്രൂട്ട് പെട്ടെന്ന് പഴുത്തു പോവോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് ലോങ് ഷെൽഫ് ലൈഫ് കിട്ടിയത്. അപ്പൊ അതിനുപയോഗിച്ച ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആന്റിസെൻസ് RNA ടെക്നിക്ക് എന്നാണ് കേട്ടോ. എന്താണ് അതിന്റെ ടെക്നിക്കിന്റെ പേര്? ആന്റിസെൻസ് RNA ടെക്നിക്ക്. അപ്പൊ ആ പെക്റ്റിനേസിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഗ്യാലക്ട് യൂറോണേസ് എന്നാണ് കേട്ടോ. പോളി POLY, ഗ്യാലക്ട് GALACT, ഗ്യാലക്ട് യൂറോണേസ് URONASE, പോളി ഗ്യാലക്ട് യൂറോണേസ് എന്നാണ് ആ പെക്റ്റിനേസിന്റെ പേര്. അപ്പം ഫ്ലേവർ സേവർ ടൊമാറ്റോയുടെ പ്രത്യേകത എന്താണ്? ആന്റിസെൻസ് RNA ടെക്നിക്ക് വഴി അതിലുള്ള പെക്റ്റിനേസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കുറച്ചു. ആ പെക്റ്റിനേസിന്റെ പേരെന്താണ്? പോളി ഗ്യാലക്ട് യൂറോണേസ്. നോട്ട് ചെയ്തത്? ടെക്സ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. നോട്ട് ചെയ്തോ? ഒരു റിപ്ലൈ ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ ട്രാൻസ്ജനിക് എന്നതിന് പൂർണ്ണമായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. ട്രാൻസ്ജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോറിൻ ജീൻ ഉള്ളവയാണ് നമ്മൾ ട്രാൻസ്ജനിക് എന്ന് പറയുന്നത്. ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാം? ഫ്ലേവർ സേവർ ടൊമാറ്റോ. ഇപ്പൊ ട്രാൻസ്ജനിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജീൻ ഉള്ള ജീവികളെയാണ് ട്രാൻസ്ജനിക് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്ജീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയുടെ ജീനോട് കൂടി ഉള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ജനിക് ഓർഗാനിസം പറയുന്നത്. അപ്പോൾ ഫ്ലേവർ സേവർ ടൊമാറ്റോ ആക്ച്വലി ട്രാൻസ്ജനിക് അല്ല, അത് അതിന്റെ തന്നെ ജീനെ അത് ആന്റിസെൻസ്. ഇപ്പൊ ഒരു RNA ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ സെൻസ് RNA ആണ് നോർമലി ഉണ്ടാകുന്നത്, അല്ലെ? 3' 5' സ്റ്റാൻഡിൽ. അപ്പൊ ഇവിടെ എന്തും കൂടെ ഉണ്ടാക്കും? 5' 3' സ്റ്റാൻഡിൽ കൂടെ RNA ഉണ്ടാക്കും. നമ്മൾ ഈ RNA ഇന്റർഫറൻസിനകത്ത് ഡബിൾ സ്റ്റാൻഡ് RNA ഉണ്ടാക്കുന്നതായിട്ട് പഠിച്ചില്ലേ? നിമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ ഇവിടെ 2 RNA ഉണ്ടാക്കും. പോളിഗ്യാലിക് യൂറിനേസിന് ഉണ്ടാക്കുന്ന RNA ഉണ്ടാകും, അതിന്റെ കോംപ്ലിമെന്ററി RNA ഉണ്ടാകും ആ സെല്ലിൽ തന്നെ. അപ്പൊ അത് രണ്ടും ഒരു RNA മറ്റേ കോംപ്ലിമെന്ററി RNA സെൻസ് RNAയും ആന്റിസെൻസ് RNA വരുമ്പോൾ ഒന്നും മറ്റൊന്ന് കോംപ്ലിമെന്ററി അല്ലേ? അവ തമ്മിൽ പെയർ ചെയ്ത് ഡബിൾ സ്റ്റാൻഡ് RNA ആയിട്ട് മാറും. ഈ ഡബിൾ സ്റ്റാൻഡ് RNA ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കത്തില്ല? ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. അങ്ങനെ ട്രാൻസ്ലേഷൻ നടക്കാത്ത കാരണം ഏത് എൻസൈം ഉണ്ടാകത്തില്ല? പോളിഗ്യാലിക് യൂറിനേസ് ഉണ്ടാകത്തില്ല. സംഭവം മനസ്സിലായി? പോളിഗ്യാലിക് യൂറിനേസ് ഉണ്ടാക്കുന്ന ഒരു ജീനില്ലേ ആ പ്ലാന്റിൽ, ആ ജീനിൽ നിന്ന് ഒരു RNA ഉണ്ടാവും. ഈ RNA ട്രാൻസ്ലേറ്റ് ചെയ്താണ് പോളിഗ്യാലിക് യൂറിനേസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ RNAക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു RNA കൂടെ അവിടെ ഉണ്ടാകും. കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ RNA ഉണ്ടാക്കുന്ന DNA സ്ട്രാൻഡ് ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാകും.
അപ്പോൾ 2 RNA ഉണ്ട് അല്ലെ. ഒരു RNAക്ക് കോംപ്ലിമെന്ററി ആയിരിക്കും അടുത്തത്. അപ്പൊ അവ തമ്മിൽ അങ്ങ് പെയർ ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ടെക്നിക്കാണ് ആന്റിസെൻസ് RNA ടെക്നിക്ക്. അപ്പൊ അതാണ് അവിടെ ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ ഒരു ഫോറിൻ ജീൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ട്രാൻസ്ജനിക് പ്ലാന്റ് എന്നുള്ളതിന് പകരമായിട്ട് എന്ത് പറയാം, which of the following is a transgenic plant എന്നുള്ളതിന് പകരമായിട്ട് എന്താ പറയുക, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻഫെസ്റ്റേഷൻ ഓഫ് ടൊബാക്കോ ബഡ്വേം ആൻഡ് ആർമി വേം ഈസ് പ്രിവെന്റഡ് ബൈ BT ടോക്സിൻ അല്ലേ. ദീസ് ഇൻസെക്ട്സ് ബിലോങ് ടു ദ ഓർഡർ. അപ്പം BT ടോക്സിൻ ഏതൊക്കെ ഓർഡറിലുള്ള ഇൻസെക്ട് ക്ലാസ് ഇൻസെക്റ്റിൽ ഏതൊക്കെ ഓർഡറിലുള്ള ഇൻസെക്റ്റിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ലെപ്പിഡോപ്റ്റിറാൻ, ഡിപ്റ്റിറാൻസ് ആൻഡ് പോളിയോപ്റ്റിറാൻസ് അല്ലെ. ലെപ്പിഡോപ്റ്റിറാൻസ് വരുന്നതാണ് ടൊബാക്കോ ബഡ്വേം ആൻഡ് ആർമി വേം അല്ലെ. പോളിയോപ്റ്റിറാൻസ് വരുന്നതാണ് ബീറ്റിൽസ്, വണ്ടുകൾ അല്ലെ. ഡിപ്റ്റിറാൻസ് വരുന്നതാണ് ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോ. അപ്പം ഇവിടെ എന്താ, ടൊബാക്കോ ബഡ്വേം ആൻഡ് ആർമി വേം ഏത് ഓർഡറിലാണ് വരുന്നത്? ലെപ്പിഡോപ്റ്റിറാൻസിലാണ് വരുന്നത് കേട്ടോ. ലെപ്പിഡോപ്റ്റിറ. അടുത്തത്, the main challenge for the production of insulin using rDNA technique was getting insulin into matured form using എന്തുവഴിയാണ്? അപ്പൊ ഇൻസുലിൻ മെച്ചുവേർഡ് ഫോമിലാവുന്നത് എങ്ങനെയാണ്? 2 സ്ട്രാൻഡുകൾക്കിടയിൽ എന്താ ഉണ്ടാവും അവിടെ? മെച്ചുവേർഡ് ഫോമിലാവുമ്പോൾ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ മെച്ചുവർ ഇൻസുലിന്റെ അകത്തെ A ചെയിനും B ചെയിനും ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണ്? ഡൈസൾഫൈഡ് ബോണ്ട് അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് എന്ന് പറയും അല്ലെ. എത്ര ബ്രിഡ്ജസ് ആണ് A ചെയിനും B ചെയിനും കൂടെ കണക്ട് ചെയ്യുന്നത്? 2 ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ആണ് അല്ലെ. മൊത്തം എത്ര ഉണ്ട് അവിടെ? 3 ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട്. ഈ ഡൈസൾഫൈഡ് ബോണ്ട് അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഏത് അമിനോ ആസിഡുകൾക്കിടയിലാണ് ഉണ്ടാകുന്നത്? 2 സിസ്റ്റീൻ അമിനോ ആസിഡുകൾക്കിടയിലാണ് കേട്ടോ. Question number 14. Eli Lilly, an American company, is famous for. Eli Lilly എന്നുള്ള അമേരിക്കൻ കമ്പനി ഫേമസ് ആയിട്ടുള്ളത് എന്തിലാണെന്നല്ലേ? പ്രൊഡ്യൂസിങ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ സിന്തസൈസ്ഡ് ബൈ റീകോംബിനേഷൻ ടെക്നോളജി അല്ല അല്ലേ. Preparing 2 DNA sequences corresponding to A and B chain of human insulin and introduced them in the plasmid of E. coli to produce insulin chain. അതല്ലേ കറക്റ്റ്? അപ്പൊ അതാണ് എല്ലി ലില്ലി എന്നുള്ള അമേരിക്കൻ കമ്പനി ചെയ്ത് അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. അപ്പോൾ ഏതൊരു ആൻസർ? അപ്പൊ 14ന്റെ സെക്കൻഡ്. വിച്ച് പാർട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ മെലോഡിഗൈന ഇൻകോഗ്നീഷ്യ? മെലോഡിഗൈന ഇൻകോഗ്നീഷ്യ എന്തിനാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? റൂട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ റൂട്ട് നോട്ട് ഡിസീസ് നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. റൂട്ട് നോട്ട് ഡിസീസ്, KNOT അല്ലെ. റൂട്ടിൽ ഇങ്ങനെ കെട്ടുകൾ പോലെ അല്ലെ, മുഴകൾ വരുന്നത് അല്ലെ. അപ്പൊ റൂട്ടിനെയാണ് ഇത് ഇൻഫെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ. Golden rice is genetically modified crop plants where incorporated gene is meant for biosynthesis of vitamin അല്ലേ. അപ്പം ഗോൾഡൻ റൈസിന്റെ അകത്ത് ഏത് ജീനാ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റാ കരോട്ടിൻ ജീനാണ് കൊടുത്തത് അല്ലേ. ഏതിലെ ബീറ്റാ കരോട്ടിൻ ജീൻ? ഡാഫോഡിൽസിന്റെ അകത്തുള്ള ബീറ്റാ കരോട്ടിൻ ജീനാണ് കൊടുത്തത്. പക്ഷേ ഈ ബീറ്റാ കരോട്ടിൻ ജീൻ എന്തിനു സഹായിക്കും? അവിടുത്തെ ബയോസിന്തസിസ് ഓഫ് വൈറ്റമിൻ എ. ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് എന്തായിട്ട് മാറും? വൈറ്റമിൻ എ ആയിട്ട് മാറും. അപ്പൊ ഡയറക്റ്റ് വൈറ്റമിൻ എയുടെ ജീൻ അല്ല അവിടെ കൊടുത്തത്. വൈറ്റമിൻ എയുടെ ബയോസിന്തസിസ് സഹായിക്കുന്ന ബീറ്റാ കരോട്ടിൻ ജീനാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ്. അപ്പൊ ആൻസർ ചെയ്ത് വരും വൈറ്റമിൻ എ എന്ന് പറയും കേട്ടോ. അടുത്തത്, വിച്ച് ബോഡി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് GM റിസർച്ച് ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് GM ഓർഗാൻസ് ഫോർ പബ്ലിക് സർവീസസ് അല്ലേ. ഇപ്പൊ GM ഓർഗാൻസിന്റെ സേഫ്റ്റിയെ കുറിച്ച് അത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന എങ്ങനെ എക്കോസിസ്റ്റത്തെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന ആരാണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അല്ലെ, GIAC ആണ് അല്ലെ. GIAC അല്ലെ. ഫോർത്ത് ഓപ്ഷൻ. അടുത്തത്, കോമൺലി യൂസ്ഡ് വെക്ടേഴ്സ് ഫോർ ഹ്യൂമൻ ജീനോം സീക്വൻസിങ്. ഇപ്പൊ ഹ്യൂമൻ ജീനോം സീക്വൻസിങ് നിങ്ങൾ മോളിക്കുലർ ബേസ്ഡ് ഇൻഹെറിറ്റൻസിനകത്ത് പഠിച്ചു, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അപ്പൊ അവിടെ ഉപയോഗിച്ച വെക്ടേഴ്സ് ഏതാണ്? ഹ്യൂമൻ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെക്ടേഴ്സ് ഏതാണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, അതായത് ബാക്ക് ആൻഡ് യാക്ക് കേട്ടോ. ബാക്കും യാക്കും ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഉപയോഗിച്ച വെക്ടേഴ്സ്. കാരണം വലിയ DNA കളായിട്ടാണ് ഹ്യൂമൻ ജീനോമിനെ കട്ട് ചെയ്തത് കേട്ടോ.
അപ്പൊ അങ്ങനെ വലിയ DNA ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ വലിയ DNA ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? പ്ലാസ്മിനില്ല. പ്ലാസ്മിൻ എന്നുള്ള ചെറിയ DNA. അപ്പൊ അതിനെക്കാട്ടി വലിയ DNA ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന് വേണ്ടി ചില സ്പെഷ്യലൈസ്ഡ് വെക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്തു അല്ലേ? അപ്പൊ അവയാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അത് നിങ്ങൾ മോളിക്കുലർ ബേസ് ഇൻഹെറിറ്റൻസ് അകത്ത് ഒരു പക്ഷേ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് BT cotton are. BT cottonന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഹൈ ഈൽഡ് ആൻഡ് റെസിസ്റ്റന്റ് ടു ബോൾ വേം അല്ലേ? ഹൈ ഈൽഡ് ആണ്. അതുപോലെ എന്തിനെ റെസിസ്റ്റന്റ് ആണ്? ബോൾ വേമെന്നിനെ റെസിസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അവിടെ കറക്റ്റ് കേട്ടോ. Question number 20. DNA or RNA segment tagged with radioactive molecule അല്ലേ? ഇപ്പൊ റേഡിയോആക്റ്റീവ് മോളിക്കുലർ ടാഗ് ചെയ്യപ്പെട്ട DNA അല്ലെ RNA എന്താ വിളിക്കുന്നത്? പ്രോബ് എന്നാ വിളിക്കുന്നത് അല്ലേ? പ്രോബ്. അപ്പം റേഡിയോ ലേബിൾഡ് DNA അല്ലെങ്കിൽ RNA ആണ് എന്ത് വിളിക്കുന്നത്? പ്രോബ് എന്ന് വിളിക്കുന്നത്. പ്രോബ് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും എപ്പോഴും പ്രോബ് കേട്ടോ. കാരണം വേറൊരു സ്ട്രാൻഡിൽ അതിന് പെയർ ചെയ്യണമെങ്കിൽ പ്രോബ് എപ്പോഴും എന്തായിരിക്കും? ഇപ്പൊ DNA സാധാരണ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷെ DNA പ്രോബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. അപ്പം റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA ആണെന്ന് വിളിക്കുന്നത് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക ഈ DNA ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ഇല്ലേ? അതായത് സതേൺ ബ്ലൂട്ടിൻ ടെക്നിക്ക് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ പാർട്ടായിട്ട്. അപ്പൊ ആ സതേൺ ബ്ലൂട്ടിൻ ടെക്നിക്ക് DNA ഐഡന്റിഫൈ ചെയ്യുന്ന ഇത് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതേപോലുള്ള DNA ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ്, ഒരു പർട്ടിക്കുലർ DNA സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രോബിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒന്നെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആകാം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആകാം. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചെയ്യേണ്ടത്. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് അതിലേക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഫ്ലവേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ അത് ഞാനൊന്ന് പറയാം. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് കരുതപ്പെടുന്നത്? ഒരു മോഡിഫൈഡ് ഷൂട്ട് ആയിട്ടാണ് കരുതപ്പെടുന്നത് അല്ലെ? ഒരു ഷൂട്ട് സിസ്റ്റം ആയിട്ടാണ്, ഒരു ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഷൂട്ട് സിസ്റ്റം ആയിട്ടാണ് ഫ്ലവറിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഷൂട്ട് സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്, അതിനെ നമ്മൾ സ്റ്റെം എന്ന് വിളിക്കും. സ്റ്റെമ്മിൽ നിന്നും ഇലകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഇലകൾ ഉണ്ടാകുന്ന പാർട്ട് നമ്മൾ നോഡ് എന്ന് വിളിക്കും. രണ്ട് നോഡുകൾക്കിടയിലുള്ള പാർട്ടുകളെ ഇന്റർ നോഡ് എന്ന് വിളിക്കും അല്ലെ? അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഷൂട്ട് തന്നെയാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കണ്ടൻസ്ഡ് ആണ്. ഫ്ലവറിന്റെ കേസിൽ സ്റ്റെം ഹൈലി കണ്ടൻസ്ഡ് സ്റ്റെം ആണ് ഫ്ലവറിനുള്ളത്. ഈ ഹൈലി കണ്ടൻസ്ഡ് സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് തലാമസ് എന്ന് വിളിക്കുന്നത്. ഹൈലി കണ്ടൻസ്ഡ് റെഡ്യൂസ്ഡ് സ്റ്റെം ആണ്. ഇനി സ്റ്റെമ്മിൽ നിന്ന് ഇലകൾ ഉണ്ടാകുന്ന പോലെ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഇലകൾ ഉണ്ടാകുന്നുണ്ട് തലാമസിൽ നിന്നും. പക്ഷെ ഈ ഇലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡിഫൈഡ് ലീവ്സ് ആണ്. ഈ മോഡിഫൈഡ് ലീവ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറൽ ലീവ്സ് എന്ന് വിളിക്കും. ഫ്ലവറിന്റെ ലീവ്സ്, ഫ്ലോറൽ ലീവ്സ്. ഈ ഫ്ലോറൽ ലീവ്സ് 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യ ആൻഡ് ഗൈനീഷ്യ. ഈ ഫ്ലോറൽ ലീവ്സ് എവിടെ അറേഞ്ച് ചെയ്യുന്നത്? തലാമസിൽ. തലാമസ് റെഡ്യൂസ്ഡ് സ്റ്റെം ആണ് അല്ലെ? ഈ തലാമസിൽ സൈക്ലിക് ആയിട്ട് അറേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫ്ലവറിംഗ് സീസണിൽ മാത്രം. ഹലോ സർ, സ്ക്രീൻ ഒന്ന് ഓട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കാണാൻ. നിങ്ങൾ ലാപ്പിലാണോ കാണുന്നത്? അതെ സർ. അതൊന്നും നേരത്തെ പറയാൻ വയ്യായിരുന്നു. ഞാൻ നിങ്ങൾ മൊബൈലാണ് കാണുന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ വെച്ചത്. കാരണം വൈഡ് ആയിട്ട് കാണട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് റൊട്ടേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ. അപ്പൊ ഇത് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തില്ല, മറ്റേ ഫ്ലവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു
മോഡിഫൈഡ് ഷൂട്ടാന്നുള്ള ഓർക്കുന്നു കേട്ടോ. അപ്പൊ ഈ ഫ്ലവറിംഗ് സീസൺ അപ്പൊ നമുക്കറിയാം ലീഫിന്റെ ആക്സിൽ എന്തുണ്ട്, ആക്സറി ബഡ് ഉണ്ട് അല്ലെ. ഈ ആക്സറി ബഡ് ഫ്ലവറിംഗ് സീസണിൽ അത് എന്തായിട്ട് മാറും, ഫ്ലവർ ആയിട്ട് മാറും. ആക്സറി ബഡിൽ നിന്ന് ഫ്ലവർ ഉണ്ടാവും. കാരണം അവിടുത്തെ ആ മെരിസ്റ്റം, വെജിറ്റേറ്റീവ് മെരിസ്റ്റം റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോറൽ മെരിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ അവിടെ ആക്സറി ബഡിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാകുന്നതിന് പകരമായിട്ട് എന്തുണ്ടാവും, ഫ്ലവർ ഉണ്ടാവും. അപ്പം ഫ്ലവർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താന്ന് ഓർത്തുള്ള എ മോഡിഫൈഡ് ഷൂട്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തിനെ കുറിച്ച് പഠിച്ചാൽ മതി? ഇപ്പൊ 4 വേൾഡ്സിന്റെ ഫ്ലവറിന്റെ നമ്മൾ പഠിച്ചു, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അതിൽ റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് ഏതൊക്കെയാണ് ഫ്ലവറിലെ? ആൻഡ്രീഷ്യവും ഗൈനീഷ്യമാണ്. ഇവയാണ് എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സോ ദേ ആർ കോൾഡ് എസെൻഷ്യൽ വേൾഡ്സ്. മറ്റു രണ്ടെണ്ണം കാലിക്സ് ആൻഡ് കൊറോള എന്താണ്? അസസറി വേൾ അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രീഷ്യം ഉണ്ടാക്കപ്പെട്ടുള്ള എന്ത് വെച്ചാണ്? വെച്ചാണ് അല്ലെ. 2 പാർട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരു ലോബ്ഡ് അപ്പർ പാർട്ട് ഉണ്ട്, അതിനെ ആന്തർ എന്നും, താഴെ ഒരു ഫിലമെന്റസ് പാർട്ട് ഉണ്ട്, അതിനെ ഫിലമെന്റ് എന്ന് പറയും അല്ലെ. ആന്തർ എന്ന് പറഞ്ഞാൽ ജനറലി ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്. 2 ലോബ് നമുക്ക് ആന്തറിൽ കാണാൻ സാധിക്കും. ഓരോ ലോബിലും ഈ 2 മൈക്രോസ്പൊറാഞ്ചി വീതം കാണപ്പെടും. Anther is generally a bilobed structure and each lobe has 2 microsporangi in it. അങ്ങനെ അപ്പം മൊത്തം എത്ര മൈക്രോസ്പൊറാഞ്ചി വരും ഒരു ആന്തറിൽ? 4 മൈക്രോസ്പൊറാഞ്ചി വരും. അങ്ങനെ 2 എണ്ണത്തിലും കൂടെ 4 മൈക്രോസ്പൊറാഞ്ചിയാണ് ആന്തർ വരുന്നത്. ഇത്തരം ആന്തറിനെ വിളിക്കുന്ന പേരാണ് ബൈത്തീക്കസ് ആന്തർ അല്ലെങ്കിൽ ഡൈത്തീക്കസ് ആന്തർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ലോബും ഓരോ ലോബില് ഈ 2 മൈക്രോസ്പൊറാഞ്ചി ഉള്ള ആന്തറിനെ എന്ത് വിളിക്കും? ബൈത്തീക്കസ് അല്ലെങ്കിൽ ഡൈത്തീക്കസ് ആന്തർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ കൂടുതൽ ആന്തർ അങ്ങനെയുള്ളതാണ്. ഇനി ആന്തറിന്റെ ലെങ്തിന്റെ എന്റെ ലെങ്തിലും എന്താണ് അതിന്റെ ബേസ് മുതൽ അപ്പെക്സ് വരെയും എക്സ്റ്റെൻഡ് ചെയ്താണ് മൈക്രോസ്പൊറാഞ്ചിയം കാണപ്പെടുന്നത്. അതുപോലെ ഇത് ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ്, ഇതിനുള്ള ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പൊ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന് എന്ത് എൻഡോത്തീസിയം, അതിനുള്ളിലായിട്ട് മിഡിലേഴ്സ്, ഏറ്റവും ഉള്ളിലായിട്ട് ടപ്പീറ്റം അല്ലെ. ഓക്കെ. അതിൽ എപ്പിഡാമിസ് എന്ന സിംഗിൾ ലെയർ ഓഫ് റെക്ടാങ്കുലർ സെൽസ് വെച്ചുള്ളതാണ്. എൻഡോത്തീസിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? അത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ് വിത്ത് ഫൈബ്രസ് തിക്കനിങ്, ഹൈഗ്രോസ്കോപ്പിക് ഫൈബ്രസ് തിക്കനിങ് ഇതിൽ കാണപ്പെടുന്നുണ്ട്, എൻഡോത്തീസിയത്തിൽ കാണപ്പെടുന്നുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വെള്ളം വലിച്ചെടുത്ത് സ്വെല്ല് ചെയ്യാൻ കഴിവുള്ള തരം തിക്കനിങ് ആണ് ഹൈഗ്രോസ്കോപ്പിക് തിക്കനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫൈബ്രസ് തിക്കനിങ് എവിടെയുണ്ട്? എൻഡോത്തീസിയം ഈ ആന്തർ ഡിഹൈസ് ചെയ്യുന്നത്. അപ്പൊ എൻഡോത്തീസിയത്തിലെ ഹൈഗ്രോസ്കോപ്പിക് ഫൈബ്രസ് തിക്കനിങ് എന്ത്? ഓക്കെ. ഇനി അടുത്ത ലെയർ ആണ് മിഡിലേഴ്സ്. മിഡിലേറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി മൾട്ടി ന്യൂക്ലിയോ, മോർ ദാൻ 1 ന്യൂക്ലിയോഡ് കൂടുതൽ കേട്ടോ. കാരണം മോർ ദാൻ 1 ന്യൂക്ലിയോ വരുമ്പോൾ തന്നെ മോർ ദാൻ 2 സെറ്റ്സ് ഓഫ് ക്രോമോസോം വരും അല്ലെ. അപ്പൊ പോളിപ്ലോയിഡി കാണിക്കുന്ന ഒരു ലെയർ ആണ് ടപ്പീറ്റ്. അടുത്തത് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് ക്ലിയർ ആയിട്ട് എൻഡോത്തീസിയം, പിന്നെ മിഡിലേഴ്സ്, പിന്നെ ടപ്പീറ്റ് അല്ലെ. ഇത് നടന്ന് നാല്
മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് മൈക്രോസ്പോറോജെനിസിസ്. അപ്പം ഇസ് ദ പ്രോസസ് കേട്ടോ, സ്റ്റോമിയം. ആ സ്റ്റോമിയം വെച്ച് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് തിൻവാൾഡ് സെല്ല് കാണുന്നുണ്ട്, 2 ലോബിനിടെ ഏതാണ്ട് ഏറ്റവും ഔട്ടർ ആയിട്ട് വലിയ സെല്ലുകൾ, അതാണ് സ്റ്റോമിയം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ വെച്ചായിരിക്കും ആന്തർ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയായിട്ട് അപ്പം എന്താണ് ആന്തറിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, സ്പോറോജിനസ് ടിഷ്യൂ ഉണ്ട്. യങ് ആന്തർ ആകുമ്പോൾ അല്ലെ, ആ സ്പോറോജിനസ് ടിഷ്യൂ ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാവുമെന്ന് പറഞ്ഞു, മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ ഉണ്ടാകുന്ന പറഞ്ഞു. ഈ പോളൻ മദർ സെല്ല് മ്യൂട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 4 പോളൻ എന്താണ് പോളൻ അല്ലെങ്കിൽ മൈക്രോസ്പോർസ് ഉണ്ടാകും. ആദ്യം ഇവയെല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്നുണ്ട്, അതിനെ എന്ത് വിളിക്കും, പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയും. പിന്നെ അവ സെപ്പറേറ്റ് ചെയ്ത് 4 മൈക്രോസ്പോർസ് ഉണ്ട് അല്ലെ. ഈ മൈക്രോസ്പോർസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് സെൽ ഓഫ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ എന്ന് വേണം നമുക്ക് പറയാം. ഇപ്പൊ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂണിന്യൂക്ലിയർ പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിംഗിൾ സെൽ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സ്റ്റാർട്ടിംഗ് സെൽ ഓഫ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഇനി 3 സെൽഡ് അല്ലെങ്കിൽ 2 സെൽ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഒരു മെയിൽ ഗ്യാമറ്റോഫൈറ്റ് തന്നെയാണ് കേട്ടോ. മെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് സ്ട്രക്ചർ ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അപ്പൊ പോളൻ ഗ്രെയിന് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് സെൽ ഓഫ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ എന്താന്ന് പറയാം, മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാം. അത് അതിന്റെ എത്ര in time. ഈ എക്സ് ആക്ഷൻ ാണ് കരുതപ്പെടുന്നത് കേട്ടോ. ഈ സ്പോറോപോളിനുള്ളത് ഇല്ലേ, സമയത്തുള്ള പ്ലാന്റിന്റെ പോലും പോളൻ ഗ്രെയിൻസ് നമുക്ക് വെൽ പ്രിസർവ്ഡ് ആയിട്ട് കിട്ടാറുണ്ട്, അതായത് നശിക്കാതെ കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണ്, ഈ ഔട്ടർ വാളായ എക്സൈനിൽ എന്തുണ്ട്, സ്പോറോപോളിനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. വൈ? പോളൻ ഗ്രെയിൻസ് നമുക്ക് ഫോസിൽ രൂപത്തിൽ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഈ പോളൻ ഗ്രെയിൻ്റെ അകത്തുള്ള കമ്പി എല്ലാം കൂടെ ഈ ഇന്ത്യൻ്റെ അകത്തേക്ക് കയറും. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇതുവഴിയാണ് പോളൻ ട്യൂബ് എമർജ് ഔട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവഴിയാണ് പോളൻ ട്യൂബ് എമർജ് ഔട്ട് ചെയ്യുന്നത് ത്രൂ ദ ജെം പോർ. അപ്പൊ അതുകൊണ്ടാണ് ജെം പോർ എന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. പോളൻ ട്യൂബ് വെളിയിലേക്ക് ജെർമിനേറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ഇതിന്റെ അകത്ത് ലാർജ് വാക്യൂളൊക്കെ നടക്കും. അതിനുശേഷം ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയ ആവും. 2 ന്യൂക്ലിയ 2 സെല്ലുകളാവും. അതിൽ ഒരു സെല്ല് വലിയ സെല്ലായിരിക്കും, മറ്റേ സെല്ല് ചെറിയ സെല്ലായിരിക്കും. ഈ വലിയ സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിനകത്തായിരിക്കും ചെറിയ സെല്ലും കാണും. അപ്പൊ ഇവിടുത്തെ ഡിവിഷൻ, ഇപ്പൊ ഈ വലിയ സെല്ലും ചെറിയ സെല്ലും ഉണ്ടാകുന്ന ഡിവിഷൻ എന്താണ്, അസിമെട്രിക് സ്പിൻഡിൽ വഴിയാണ്. അവിടെ സിമെട്രിക് സ്പിൻഡിൽ ആയിരുന്നെങ്കിൽ ഒരേപോലുള്ള സെല്ലുകൾ ഉണ്ടായിരുന്നേ. ഇവിടെ പക്ഷേ എന്താണ്, അസിമെട്രിക് സ്പിൻഡിൽ ഫോർമേഷൻ വഴിയാണ് ഈ സെൽ ഡിവിഷൻ നടക്കുന്നത്. അസിമെട്രിക് സ്പിൻഡിൽ ഫോർമേഷൻ വഴി സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. കണ്ടോ? ഇപ്പം മൈക്രോസ്പോർസ് ആണ് ആദ്യം എല്ലാം കൂടെ ഒട്ടി നിൽക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് റിലീസ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്.
ഈ പോളൻ ഗ്രെയിൻ ആദ്യം യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, പിന്നീട് എന്താ ഇപ്പൊ വാക്യുലേറ്റഡ് ആണ് കേട്ടോ. പിന്നീട് അതിന്റെ ന്യൂക്ലിയസ് അസിമെട്രിക് ആയി ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാവും, ഒരു വലിയ സെല്ല് ഉണ്ടാവും കണ്ടോ, ഒരു വലിയ സെല്ലുണ്ടാവും, അതിനെ വെജിറ്റേറ്റീവ് സെൽ എന്നും, ആ വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ചെറിയ സെല്ല് അതിനെ എന്ത് വിളിക്കും, ജനറേറ്റീവ് സെൽ എന്ന് വിളിക്കും അല്ലെ. അപ്പം രണ്ട് സെല്ലുണ്ട് അവിടെ, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഈ വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സെല്ലാണ്. അതുപോലെ ഇവിടെ എന്തുണ്ട്, വാക്യൂൾ ഉണ്ട് അല്ലെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ലാർജ് സെല്ലാണ്. അതുപോലെ അതിന്റെ അകത്ത് എന്തുണ്ട്, വാക്യൂൾ ഉണ്ട്, വാക്യുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ഇറഗുലർ ഷേപ്ഡ് ആണ് അല്ലെ. അതുപോലെ വേറെ പ്രത്യേകത മെറ്റീരിയൽസ് ഇതിന്റെ അകത്ത് കാണപ്പെടും, ന്യൂട്രിയൻസ് കാണപ്പെടും. അപ്പം വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ലാർജ് സെല്ലാണ്, വാക്യുലേറ്റഡ് ആണ്, ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണുള്ളത്. അതുപോലെ എന്തുണ്ട്, ഫുഡ് റിസോഴ്സ് ഉണ്ട് അല്ലെ. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് സ്മോൾ സ്പിൻഡിൽ ഷേപ്ഡ് സെൽ, ഒരു മത്സ്യത്തിന്റെ ഷേപ്പ് ഉള്ള സെല്ലാണ് അല്ലെ. രണ്ട് അഗ്രവും രണ്ട് എൻഡും കൂട്ടിരിക്കുന്നത് അല്ലെ. മിഡിൽ പാർട്ട് സോളൻ ആയിട്ടുള്ള സ്ട്രക്ചർ, സ്പിൻഡിൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്, ജനറേറ്റീവ് എന്നുള്ളത്. അതുപോലെ ഇവിടുത്തെ സൈറ്റോപ്ലാസം എന്നാണ് ഡെൻസ് സൈറ്റോപ്ലാസം. ഡെൻസ് സൈറ്റോപ്ലാസം അതിന്റെ വാക്യൂൾസ് ഇല്ലാത്ത സൈറ്റോപ്ലാസിനാണ് നമ്മൾ വിളിക്കുന്നത് ഡെൻസ് സൈറ്റോപ്ലാസം. ഇതാണ് അവിടെ ഓർക്കുന്നത്. ഇതാണ് ഇത് ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് വിളിക്കാം, 2 സെൽഡ് പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കാം. ഇപ്പൊ 2 സെല്ലുള്ള പോളൻ ഗ്രെയിൻ ആണ് അല്ലെ. ഈ 2 സെൽഡ് പോളൻ ഗ്രെയിന് അതായത് ഏകദേശം ഓവർ 60% ഓഫ് ആൻജിയോസ്പേം, അതായത് 60% ആൻജിയോസ്പേമിലും എന്താണ്, പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 സെൽഡ് സ്റ്റേജ്. പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത് ആന്തർവാള് പൊട്ടി വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന സ്റ്റേജിലാണ് 2 ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്താണ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഡിവിഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഡിവിഷൻ എന്ന് വെച്ചാൽ മൈറ്റോസിസ് ആണ്. ഓൾറെഡി ഇത് ഹാപ്ലോയിഡ് സെല്ലുകളാണ് അല്ലെ. അപ്പൊ പിന്നെ ഇവിടെ മിയോസിന് പിന്നെ പ്രസക്തി ഇല്ല. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്നത് ജനറേറ്റീവ് സെല്ലിന് മൈറ്റോയിഡ് ഡിവിഷൻ എന്നാണ്. അതുപോലെ ഈ മെയിൽ ഗ്യാമേറ്റ് എങ്ങനെയുള്ളതായിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും കേട്ടോ, മോട്ടിലിറ്റി കാണത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് 3 സെൽഡ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമേറ്റും കൂടെ വരുമ്പോഴത്തേക്ക് 2 മെയിൽ ഗ്യാമേറ്റും വെജിറ്റേറ്റീവ് സെല്ല് അല്ലെ. അപ്പൊ അതും കൂടെ വരുമ്പോഴത്തേക്ക് 3 സെല്ലാവും. അതാണ് 3 സെൽഡ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് പോളൻ വയബിലിറ്റിയെ കുറിച്ചാണ്. എന്താ വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻ ടു ജെർമിനേറ്റ് ഓൺ സ്റ്റിഗ്മാറ്റിക് സർഫസ്. ഇപ്പൊ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു പോളൻ ഗ്രെയിന്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്, പോളൻ വയബിലിറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ. പോളൻ വയബിലിറ്റി എന്താണ്, ഇസ് എബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻ ടു ജെർമിനേറ്റ് ഓൺ സ്റ്റിഗ്മാറ്റിക് സർഫസ്. ഓക്കെ, അപ്പം ഈ പോളൻ വയബിലിറ്റി ഓരോ പ്ലാന്റിലും വ്യത്യസ്തമാണ്. അപ്പൊ ചില പ്ലാന്റിൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് ലോസ് ദെയർ വയബിലിറ്റി ആഫ്റ്റർ 30 minutes ഓഫ് ദെയർ റിലീസ്. പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്ത് ഏകദേശം 30 മിനിറ്റിനുള്ളിൽ തന്നെ വയബിലിറ്റി നഷ്ടപ്പെടുന്ന കേസ് ഉണ്ട്. അഥവാ ഷോർട്ട് വയബിലിറ്റി പീരീഡ് ഉള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അപ്പൊ അത്തരം പ്ലാന്റിന് എക്സാം ആണ് വീറ്റ്, മെയ്സ് ഒക്കെ ഉള്ളത്. ഇതിൽ വരുന്നതാണ് സെറിയൽസ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ് കേട്ടോ. മെയ്സ് അല്ല, റൈസ്, വീറ്റ്, മെയ്സ് ഉണ്ട്, റൈസ് ആൻഡ് വീറ്റ് എന്നാണ് കേട്ടോ. അപ്പം സെറിയൽസ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റിൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് ലോസ് ദെയർ വയബിലിറ്റി ആഫ്റ്റർ 30 minutes ഓഫ് ദെയർ റിലീസ്. ഇനി മറ്റ് ചില പ്ലാന്റുകൾ, അത് ഏതൊക്കെ ഫാമിലിയിലെ പ്ലാന്റുകളാണ്, SLR എന്ന് ഓർക്കുക കേട്ടോ, SLR. അപ്പൊ S for എന്താണ്, സൊളനേസിയെ, L for ലെഗുമിനോസി ആൻഡ് R for റോസേസി. അപ്പൊ SLR, അപ്പൊ RLS എന്നോ SLR എന്ന് ഓർത്താൽ മതി. അപ്പൊ സൊളനേസി, ലെഗുമിനോസി ആൻഡ് റോസേസിയിലെ ചില മെമ്പേഴ്സിൽ പോളൻ ഗ്രെയിൻസ് ക്യാൻ കീപ് ദെയർ വയബിലിറ്റി ഫോർ മന്ത്സ്. മാസങ്ങളോളം അവയ്ക്ക് വയബിലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതും കൂടെ ഓർത്തുള്ളൂ കേട്ടോ. അപ്പൊ സം മെമ്പേഴ്സ് ഓഫ് ഫാമിലി റോസേസിയെ, സൊളനേസിയെ,
Leguminosae and Rosaceae, pollen grains can keep their viability for months. 4 months എന്നല്ല, FOR 4 months, മാസങ്ങളോളം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർത്തൊക്കെ എളുപ്പമുണ്ട്. സൊളനേസിയെ നിങ്ങൾക്ക് +1 പഠിക്കാനുള്ള ഫാമിലി ആയിരുന്നു അല്ലെ. അതുപോലെ ലെഗുമിനോസിയിലെ ഫാബേസി നിങ്ങൾക്ക് പഠിക്കാനല്ലേ. അപ്പൊ അത് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ എന്താ റോസേസി എന്ന് ഓർക്കുക. റോസ്, നമ്മുടെ റോസാപ്പൂ ഇല്ലേ, അപ്പൊ റോസാപ്പൂ ഒക്കെ വരുന്ന ഫാമിലി നോക്കാൻ മതി കേട്ടോ, റോസേസി. അപ്പൊ അങ്ങനെ ഈ 3 ഫാമിലി ഓർത്തുള്ളൂ. അപ്പൊ പോളൻ വയബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് പോളൻ ബാങ്കിനെ കുറിച്ചാണ്. പോളൻ ബാങ്ക്. ഈ പോളൻ ഗ്രെയിന്റെ വയബിലിറ്റി വ്യത്യസ്തമാണെന്നുള്ളത് അല്ലെ. ഇപ്പൊ ചില പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി അരമണിക്കൂറൊക്കെ കാണത്തുള്ളൂ, ചിലത് മാസങ്ങളോളം അല്ലെ. പക്ഷെ നമുക്ക് വർഷങ്ങളോളം പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പം എത്ര വയബിലിറ്റി പീരീഡ് കുറഞ്ഞ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പോലും വർഷങ്ങളോളം അവയുടെ വയബിലിറ്റി നഷ്ടപ്പെടാൻ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പോളൻ ബാങ്ക് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ പോളൻ ഗ്രെയിൻസിന്റെ സ്റ്റോറേജ് ഹൗസ്, ഇപ്പൊ പോളൻ ഗ്രെയിനെ സ്റ്റോർ ചെയ്യുന്ന ഹൗസ് ആണ് പോളൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് വയബിലിറ്റി നഷ്ടപ്പെടാതെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ സൂക്ഷിക്കാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പോളൻ ഗ്രെയിൻസ് എവിടെയാണ് പ്രിസർവ് ചെയ്യുന്നത്? ലിക്വിഡ് നൈട്രജൻ പ്രിസർവ് ചെയ്യും. ഈ ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ ആണ് -196 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇപ്പൊ ലിക്വിഡ് നൈട്രജൻ നമ്മൾ ഈ പോളൻ ഗ്രെയിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് അവയുടെ വയബിലിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. ആ പേരിന്റെ അത് വന്നിട്ടില്ല, ക്രയോ പ്രിസർവേഷൻ കേട്ടോ. അപ്പൊ അങ്ങനെ പോളൻ ഗ്രെയിൻസ് സൂക്ഷിക്കുന്നത് എന്ത് വിളിക്കും? ക്രയോ പ്രിസർവേഷൻ. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ -196 ഡിഗ്രി സെന്റിഗ്രേഡ്. അതാണ് ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ. അപ്പൊ അവിടെ നമ്മൾ സൂക്ഷിക്കുന്നത് ഏത് ലിവിങ് സെല്ലിന്, ഇപ്പം സെമനൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ എന്താണ് വിദേശ ഇനം കന്നുകാലിയുടെ സെമൻ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മുടെ നാടൻ കന്നുകാലികൾ കുത്തിവെക്കുന്നുണ്ട് ഹൈബ്രിഡ്സിന് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ആ സെമനൊക്കെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ പോളൻ ഗ്രെയിൻ ലിക്വിഡ് നൈട്രജൻ സൂക്ഷിക്കുന്നതാണ്, ലിക്വിഡ് നൈട്രജൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് പോളൻ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പോളൻ അലർജിയെ കുറിച്ചാണ്. ഇപ്പൊ ചില പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻ എന്താണ് അലർജി ഉണ്ടാക്കും, ആസ്മയും അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഇൽനെസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ് ആണ് എന്താണ് ക്യാരറ്റ് ഗ്രാസ്, പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസിന്റെ പോളൻ ഗ്രെയിൻ. ഇതൊരു വീടാണ്. ഈ വീട് എന്തിനോടൊപ്പം വന്നതാണ്? നമ്മൾ ഇമ്പോർട്ടഡ് വീറ്റിന്റെ കൂടെ വന്നതാണ് കേട്ടോ. US-ൽ നിന്നും ഇന്ത്യയിൽ വീറ്റ് സീഡ്സ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കണ്ടാമിനേറ്റ് ആയിട്ട് വന്നതാണ് പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്നുള്ള പ്ലാന്റ്. അപ്പൊ ഇതിന്റെ പോളൻ ഗ്രെയിൻസ് എന്താക്കുന്നുണ്ട്? പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാന്റ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ പോളൻ അലർജി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് എന്ത്? പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. അപ്പൊ അത് ഓർക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പോളൻ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് സിറപ്സ്. ഇപ്പൊ ടാബ്ലറ്റുകളായിട്ടും സിറപ്പുകളായിട്ടും ഒക്കെ പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അവയുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ബിലീവ് ടു എൻഹാൻസ് എന്താണ് സ്റ്റാമിന ഓഫ് റേസ് ഹോഴ്സ് ആൻഡ് അത്ലറ്റ്സ്. അത്ലറ്റ്സിന്റെ റേസ് ഹോഴ്സിന്റെ ഒക്കെ സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യാൻ എന്തിനു സാധിക്കും എന്നാണ് കരുതപ്പെടുന്നത്? പോളൻ ഗ്രെയിൻസ് സാധിക്കും എന്നാണ് ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ പോളൻ ഗ്രെയിൻസ് അവർ ഉപയോഗിക്കുന്നത് അത്ലറ്റ്സും അതുപോലെ തന്നെ റേസ് ഹോഴ്സിനെ കൊടുക്കും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പോളൻ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്. ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവുകളെ കുറിച്ച് അതിൻ്റെ അകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നതിനെ കുറിച്ചും പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഫീമെയിൽ റീപ്രൊഡക്റ്റീവുകളാണ് എന്തെന്ന് പറയുന്നത്? ഗൈനീഷ്യം അല്ലെ. ഗൈനീഷ്യത്തിന്റെ യൂണിറ്റിനെ എന്ത് വിളിക്കുന്നത്? കാർപ്പൽ എന്ന് വിളിക്കും അല്ലെ. കാർപ്പൽ. കാർപ്പലിന് 3 പാർട്ടുണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എന്നുള്ള 3 പാർട്ടുണ്ട് അല്ലെ. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പോളൻ റിസെപ്റ്റീവ് സർഫസ് ആണ് സ്റ്റിഗ്മ. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഗ്മയ്ക്കും ഓവറിക്കും ഇടയിലുള്ള ഒരു സ്ലെൻഡർ ആയിട്ടുള്ള പാർട്ടാണ് സ്റ്റൈൽ.
പിന്നെന്താണ് ഓവറി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫെർട്ടൈൽ പാർട്ട്. ഈ ഓവറിക്കകത്താണ് എന്ത് ഉണ്ടാകുന്നത്? ഓവ്യൂ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചി ഉണ്ടാകുന്നത്. മെഗാസ്പൊറാഞ്ചി അല്ലെങ്കിൽ ഓവ്യൂ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഓവറിക്കകത്താണ് അല്ലെ. ഈ ഓവ്യൂളിന്റെ എണ്ണം ചിലപ്പോൾ ഒന്നാകാം, മെനി ആകാം. ഇപ്പം വീറ്റിലും റൈസിലും അതുപോലെ മാംഗോയിലൊക്കെ ഓവ്യൂളിന്റെ എണ്ണം 1 ആണ്, ഓവറിക്കകത്തുണ്ടാകും. പക്ഷെ പപ്പായ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളില്ലേ, അതിൻ്റെ അകത്തൊക്കെ ഓവ്യൂൾസ് എന്ന് പറഞ്ഞാൽ മെനി ഓവ്യൂൾസ് ആണ് അല്ലെ, മെനി സീഡഡ് പ്ലാന്റ്സ് ആണ്. ഇനി ഈ കാർപ്പലിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ, ഈ കാർപ്പിൽ ഒരു കാർപ്പിലുള്ള ഗൈനീഷ്യം ഉണ്ട്, മോർ ദാൻ 1 കാർപ്പിലുള്ള ഗൈനീഷ്യം ഉണ്ട്. അപ്പൊ ഒരു കാർപ്പുള്ള ഗൈനീഷ്യത്തെ എന്ത് വിളിക്കും? മോണോ കാർപ്പുലറി ഗൈനീഷ്യം എന്നാണ് വിളിക്കുന്നത്. ഒന്നിലധികം കാർപ്പിൾസ് ഉള്ളതിനെ എന്ത് വിളിക്കും? മൾട്ടി കാർപ്പുലറി ഗൈനീഷ്യം. ഈ മൾട്ടി കാർപ്പുലറി ഗൈനീഷ്യം 2 രീതിയിൽ കാണപ്പെടാം. ഒന്നെങ്കിൽ കാർപ്പൽസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് കാണപ്പെടാം, അല്ലെങ്കിൽ കാർപ്പൽസ് ഫ്രീ ആയിട്ട് കാണപ്പെടാം. കാർപ്പൽസ് ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നതിനെ സിൻ കാർപ്പസ് ഫിസ്റ്റഡ് എന്നാണ് വിളിക്കും. എന്ത് വിളിക്കും? സിൻ കാർപ്പസ്. ഈ കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അപ്പോ കാർപ്പസ് ഫിസ്റ്റഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ അപ്പോ കാർപ്പസ് പിസ്റ്റലിന്റെയും സിൻ കാർപ്പസ് പിസ്റ്റലിന്റെയും എക്സാമ്പിൾ NCERT തന്നിട്ടുണ്ട്. അതിന്റെ പടമാണ് ഈ കടുത്തിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? സിൻ കാർപ്പസ് ആണ്. ഈ സിൻ കാർപ്പസ് നോക്കി അവിടെ സ്റ്റിഗ്മ മാത്രം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നു, ബാക്കിയുള്ള പാർട്ടെല്ലാം കൂടെ ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലെ. ഇത് എന്തിന്റെ പിസ്റ്റലാണ്? പാപ്പവർ. അതിന്റെ പേരിന്റെ അകത്ത് പാപ്പവർ, പപ്പാവർ. പപ്പാവർ എന്ന് പറഞ്ഞാൽ പോപ്പി പ്ലാന്റ് എന്നുള്ളതാണ്. അപ്പൊ പോപ്പി പ്ലാന്റിന്റെ ഗൈനീഷ്യത്തിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചത്. അപ്പൊ അവിടെ സ്റ്റിഗ്മ മാത്രം ഫ്രീ ആയിട്ടിരിക്കുന്നു, ബാക്കിയുള്ള പാർട്ടെല്ലാം കൂടെ ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അതെന്താണ്? സിൻ കാർപ്പസ് പിസ്റ്റലാണ്. അപ്പൊ പാപ്പവർ അല്ലെങ്കിൽ പോപ്പി പ്ലാന്റിലെ പിസ്റ്റൽ എങ്ങനെയുള്ളതാണ്? സിൻ കാർപ്പസ് ആണ്. ഇനി അടുത്ത് കാണിച്ച മൈക്കീലിയാണ്. മൈക്കീലി, ചെമ്പകം. അപ്പൊ മൈക്കീലിൽ എന്താണ്? ഓരോ കാർപ്പിൾസും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അവിടെ എന്താണ്? കാർപ്പസ്. അതിന് എക്സാമ്പിൾ മൈക്കീലിയ. കാർപ്പിൾസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ് സിൻ കാർപ്പസ്. എക്സാമ്പിൾ ആണെന്ന് പാപ്പവർ. ഓക്കെ. ഇനി നമുക്ക് ആൻജിയോസ്പെർമിന്റെ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ്. ഓവറിക്കകത്ത് ഓവ്യൂൾ ഉണ്ടാകുന്ന പറഞ്ഞല്ലോ. ഈ ഓവ്യൂൾ എതിൽ നിന്നുണ്ടാകുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂവിൽ നിന്നാണ്. ആ സോഫ്റ്റ് ടിഷ്യൂവിനെ എന്ത് വിളിക്കും? പ്ലാസന്റെ എന്ന് വിളിക്കും അല്ലെ. ഈ പ്ലാസന്റെ ഓവ്യൂൾ ഉണ്ടാകുന്നു. അപ്പൊ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓവ്യൂളിന്റെ അകത്തായിട്ട് സെൻട്രൽ മാസ് ടിഷ്യൂ ഉണ്ട്, ഹോമോജിനസ് ടിഷ്യൂ ഉണ്ട്. അതിനെ ന്യൂസെല്ലസ് എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന് ഇന്റഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. ഇന്റഗ്യുമെന്റ് കവർ ചെയ്യാത്ത പോർഷനെ ആണെന്ന് വിളിക്കുന്നത് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അവിടെ സ്മോൾ ഓപ്പണിംഗ് കാണപ്പെടും. ഈ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് എൻഡിനെ എന്ത് വിളിക്കും? ചലാസ എന്നാണ് വിളിക്കുന്നത്. അതിൽ ഓവ്യൂളിന്റെ സ്റ്റാക്കിനെ എന്ത് വിളിക്കും? ഫ്യൂണിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഫ്യൂണിക്കിൾ ബോഡി ഓഫ് ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ എന്ത് വിളിക്കും? ഫ്യൂണിക്കിൾ ബോഡി ഓഫ് ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ ഹൈലം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത്രയും കാര്യം നിങ്ങൾക്ക് പ്ലസ് 1 പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ആൻജിയോസ്പെർം നോക്കാം. ഈ ആൻജിയോസ്പെർം ഓവ്യൂൾ ഇൻവെർട്ടഡ് ആണ്. അപ്പൊ ഇവിടെ ബോഡി ഓഫ് ഓവ്യൂൾ ഇൻവെർട്ടഡ് അറ്റ് ആൻ ആംഗിൾ 180 ഡിഗ്രി അല്ലെ. അത്തരം ഓവ്യൂൾ നമ്മൾ ഇൻവെർട്ടഡ് ഓവ്യൂൾ വിളിക്കും, അല്ലെങ്കിൽ അനാട്രോപ്പസ് ഓവ്യൂൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അനാട്രോപ്പസ് ഓവ്യൂൾ. ആൻജിയോസ്പെർം ഓവ്യൂൾ എങ്ങനെയുള്ളതാണ്? ഇൻവെർട്ടഡ് അല്ലെങ്കിൽ അനാട്രോപ്പസ് ഓവ്യൂൾ ആണ്. പക്ഷേ സ്ട്രെയിറ്റ് ഓവ്യൂൾ ആണ് എവിടെയുള്ള ജിംനോസ്പെർം ഉള്ളത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ എന്ന് വിളിക്കും. അപ്പൊ ജിംനോസ്പെർം ഓവ്യൂൾ ഓർത്തോട്രോപ്പസ് ആണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണ്. ബട്ട് ആൻജിയോസ്പെർമിൽ എങ്ങനെയുള്ളതാണ്? അനാട്രോപ്പസ് അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഓവ്യൂൾ. അപ്പൊ അത്തരം ഇൻവെർട്ടഡ് ഓവ്യൂളിന്റെ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ സെൻട്രൽ മാസ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിനകത്തായിട്ട് എംബ്രിയോസാകം കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ന്യൂസെല്ലസിലെ ഒരു സെല്ലിൽ നിന്നാണ് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുകയും ആ മെഗാസ്പോർ മദർ സെല്ലിലെ മിയോട്ടിക് ഡിവിഷൻ നടന്ന് മെഗാസ്പോർ ഉണ്ടാവുകയും അതിലൊരു മെഗാസ്പോർ എല്ലാം ചെയ്താണ് എന്തായി മാറുന്നത്? എംബ്രിയോസാക്കായിട്ട് മാറുന്നത് കേട്ടോ. ഇനി ഈ ന്യൂസെല്ലസിനെ കവർ ചെയ്തിട്ടുള്ള കവറിംഗ് ആണ് ഇന്റഗ്യുമെന്റ്സ് എന്നവിടെ കൊടുത്തിരിക്കുന്നത്. അത് 2 ഇന്റഗ്യുമെന്റ്, 1-2 ഇന്റഗ്യുമെന്റ്സ് ആൻജിയോസ്പെർമിൽ കാണപ്പെടാം. അതിൽ 2 ഇന്റഗ്യുമെന്റ്സ് ഉള്ള കേസാണ് ഈ കാണിച്ചത്. അതാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൽ ഔട്ടർ ഇന്റഗ്യുമെന്റ് ആൻഡ് ഇന്നർ ഇന്റഗ്യുമെന്റ് കേട്ടോ. 2 ഇന്റഗ്യുമെന്റ്സ് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇനി ഇന്റഗ്യുമെന്റ് കവർ ചെയ്യാത്ത ഏരിയ ആണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോപൈൽ കാണുന്ന എന്താണ്? മൈക്രോപൈലാർ പോൾ. മൈക്രോപൈലാർ പോളിന്റെ ഓപ്പോസിറ്റ് പോളാണ് ചലാസിൽ. ഇനി ഓവ്യൂളിന്റെ സ്റ്റാക്കിനെയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്.
ഈ ഫ്യൂണിക്കിൾ ബോഡി ഓഫ് ഫോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഹൈലം. ഓക്കെ, ഈ സെല്ലാണ് മൈക്രോ പൈലാർ എന്നുള്ള ഒരു സെല്ല് വലുതായി എൻലാർജ് ചെയ്ത് എന്തായിട്ട് മാറും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ന്യൂസെല്ലസിലെ ഒരു സിംഗിൾ സെൽ എവിടെയുള്ളത്? ടുവേർഡ്സ് മൈക്രോപൈലാർ എന്നുള്ള ഒരു സെല്ല് എൻലാർജ് ചെയ്ത് എന്തായിട്ട് മാറും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും അല്ലെ? ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടാവും. ഈ 4 മെഗാസ്പോർസിൽ മൈക്രോപൈലാർ എൻഡിലുള്ള 3 മെഗാസ്പോറുകൾ ഡീജനറേറ്റ് ചെയ്യും. ചലാസിൽ എന്നുള്ള മെഗാസ്പോർ മാത്രമേ എന്താക്കുള്ളൂ? ഫങ്ഷണൽ ആയിട്ട് മാറും. ഈ ഫങ്ഷണൽ മെഗാസ്പോർ പിന്നെ എൻലാർജ് ചെയ്താണ് എന്തായിട്ട് മാറുന്നത്? ഫീമെയിൽ ഗ്യാമറ്റോഫേറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഓഫ് ആൻജിയോസ്പേമായിട്ട് മാറും. നോക്കി, ഇപ്പൊ മൈക്രോപൈലാർ എന്നുള്ള ന്യൂസെല്ലസ് സെൽസ് ഒരെണ്ണം അല്ലെ വലുതായി എന്തായി മാറുന്നു? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഓക്കെ, അടുത്തത് നോക്കിയോളൂ. ഈ മെഗാസ്പോർ മദർ സെൽ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡയാഡ് ഓഫ് മെഗാസ്പോർസ്. ഫസ്റ്റ് ഇപ്പൊ മിയോസിസ് 2 സ്റ്റേജ് ആണ് അറിയുന്നത് അല്ലെ? മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഇപ്പൊ മിയോസിസ് 1-ൽ എന്താണ്? ആദ്യം റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ 2 സെല്ലുകളാണ് അല്ലെ? ഒരു ഡിപ്ലോയിഡ് സെല്ലോട് ഡിവൈഡ് ചെയ്ത് 2 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. ആ ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ അവിടെ ഫസ്റ്റ് മിയോസിസ് നടക്കുമ്പോഴത്തേക്ക് ഒരു ഡയാഡോ സെൽസ് ഉണ്ടാവും. അപ്പൊ മെഗാസ്പോർ ഡയാഡായിട്ട് മാറും അല്ലെ? 2 സെല്ലുകളായിട്ട്. ഇനി സെക്കൻഡ് മിയോസിസ് എന്തായിട്ട് മാറുന്നത്? 4 മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടാവും. ഈ മെഗാസ്പോർ ടെട്രാഡിൽ മൈക്രോപൈലാർ എന്നുള്ള 3 എണ്ണം അങ്ങ് ഡീജനറേറ്റ് ചെയ്തു. ഇപ്പൊ മൈക്രോപൈലാർ എന്ന് കാണിച്ചില്ലേ? അവിടെയുള്ള 3 മെഗാസ്പോറുകളും ഡീജനറേറ്റ് ചെയ്തു പോവും. ഏത് മാത്രമേ സർവീസ് അല്ലെ? ചലാസ് മെഗാസ്പോർ മാത്രമേ ഇവിടെ സർവ് ചെയ്തു. എന്നിട്ട് ആ ചലാസൽ മെഗാസ്പോറിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്രമാണ് അടുത്തായിട്ട് കണ്ടോ? ചലാസൽ എന്നുള്ള മെഗാസ്പോർ അത് ആദ്യം അതിന്റെ 2 പൂളിലേക്ക്. ഈ മെഗാസ്പോർ വലുതാകുന്നതനുസരിച്ചാണ് അതിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ മെഗാസ്പോറിന് വേണ്ട വളർച്ചയ്ക്ക് വേണ്ട ആ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത് അല്ലെ? ഇപ്പൊ മെഗാസ്പോർ വലുതായിട്ടാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ മെഗാസ്പോറിന്റെ ഡെവലപ്മെന്റിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? ന്യൂസെല്ലസ് ആണ്. ന്യൂസെല്ലസ് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് മെഗാസ്പോർസ്. ഇപ്പൊ പോളൻ ഗ്രെയിൻ മൈക്രോസ്പോർട്സ് നറിഷ്മെന്റ് കൊടുക്കുന്ന ഏതാണ്? ടപ്പീറ്റോ ആണ് അല്ലെ? അതുപോലെ മെഗാസ്പോറിന്റെ ഡെവലപ്മെന്റിന് എന്ത് വേണം? നറിഷ്മെന്റ് വേണം. അതിന് കൊടുക്കുന്ന നറിഷ്മെന്റ് ആരാണ്? ഓവിയുടെ സെൻട്രൽ മാസ്റ്റർ ടിഷ്യൂ ഇല്ലേ? ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസ് ആണ് ആർക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്? മെഗാസ്പോറിന്റെ ഡെവലപ്മെന്റിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നവരാണ് ന്യൂസെല്ലസ് ആണ് കേട്ടോ. ഈ ന്യൂസെല്ലസ് ഉപയോഗിച്ചുകൊണ്ടാണ് മെഗാസ്പോർ എൻലാർജ് ചെയ്യുന്നത്. ഈ എൻലാർജ് ചെയ്യുന്നൊപ്പം തന്നെ അതിന്റെ ന്യൂക്ലിയസ് സിംഗിൾ ന്യൂക്ലിയസ് ആണ് മെഗാസ്പോർ ഉള്ളത് അല്ലെ? ആ സിംഗിൾ ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്യും. എത്ര തവണ ഡിവൈഡ് ചെയ്യുന്ന ചോദിച്ചാൽ 3 മൈറ്റോഡ് ഡിവിഷൻ അവിടെ ഉണ്ടാകും. 3 മൈറ്റോഡ് ഡിവിഷനാണ് ഈ മെഗാസ്പോർ ന്യൂക്ലിയസ് ഉണ്ടാകും. അപ്പൊ ഒരു മൈറ്റോഡ് ഡിവിഷൻ നടക്കുമ്പോൾ തന്നെ ഒരു ന്യൂക്ലിയസ് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും അല്ലെ? സെക്കൻഡ് മൈറ്റോഡ് ഡിവിഷൻ നടക്കുമ്പോൾ 2 എത്രയായിട്ട് മാറും? 4 ന്യൂക്ലിയസ്. തേർഡ് മൈറ്റോസ് നടക്കുമ്പോൾ 4 എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും.
അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് മൈറ്റോ ഡിവിഷൻ, അവിടെ മൈറ്റോ ഡിവിഷന്റെ അത് എന്തേ നടക്കുള്ളൂ, കാരിയോകിൻസ് നടക്കുമ്പോൾ സൈറ്റോകിൻസ് ലാസ്റ്റേ നടക്കത്തുള്ളൂ കേട്ടോ. അവിടെ കാരിയോകിൻസ് മാത്രം നടക്കുന്നത്. അപ്പം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയായി. ആ 2 ന്യൂക്ലിയെ 2 പോളിലേക്ക് നടക്കും അല്ലേ. ഒന്ന് മൈക്രോപൈലാർ പോളിലേക്ക്, ഒന്ന് ചലാസ പോളിലേക്ക്. പിന്നെ ആ പോളിൽ വെച്ചാണ് എന്റെ സെക്കൻഡ് മൈറ്റോസിസ്. അങ്ങനെ ഓരോ പോളിലും 2 ന്യൂക്ലിയസ് ആയി അല്ലെ. പിന്നെ അടുത്ത മൈറ്റോസിസ് നടക്കുന്ന ആ പോളിൽ വെച്ചാണ്, അങ്ങനെ 2 എത്രയായി മാറി, ഓരോ പോളിലും 4 ന്യൂക്ലിയ ആയിട്ട് മാറും അല്ലെ. ഇനി ഓരോ പോളിലുള്ള 4 ന്യൂക്ലിയയിൽ ഒരെണ്ണം എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും, സെൻട്രലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ സെൻട്രൽ വരുന്ന ഈ ന്യൂക്ലിയ ആണ് പോളാർ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. ഈ 2 പോളിലുള്ള 2 പോളിൽ 4 വീതമുണ്ട്. അതിൽ ഓരോന്ന് സെൻട്രലിലേക്ക് വരുന്നു. ആ സെൻട്രലിലേക്ക് വരുന്നവയാണ് പോളാർ ന്യൂക്ലിയ. പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് കാരണം പോളാർ റീജിയൻ എന്നത് വന്നു അല്ലെ. മൈക്രോപൈലാർ പോളിൽ നിന്നും ചലാസ പോളിൽ നിന്നുമാണ് സെൻട്രലിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്തത്, പോളാർ ന്യൂക്ലിയ. ഇനി മൈക്രോപൈലാർ എന്നുള്ള 3 ന്യൂക്ലിയ പിന്നെ എന്തായിട്ട് മാറും, സെല്ലുലാർ ആയിട്ട് മാറും. പിന്നീട് അവിടെ കാരിയോകൈനസിസ് നടന്നു. പിന്നെ എന്ത് നടക്കും, അവിടെ സൈറ്റോകൈനസിസും സെൽ വാൾ ഫോർമേഷൻ ഒക്കെ നടക്കും അല്ലെ. അപ്പൊ അങ്ങനെ 3 സെല്ലുകൾ ഉണ്ടാവും. ഈ 3 സെല്ലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എഗ്ഗും അതിനെ സറൗണ്ട് ചെയ്ത് 2 സൈനഡ്സ്. സെൻട്രൽ ആയിട്ട് എഗ് സെല്ലും ആ എക്സെല്ലിനെ സറൗണ്ട് ചെയ്ത് എന്ത് വരും, 2 സൈനഡിറ്റ്സ്. അപ്പം ഈ എക്സെല്ലിനെ സൈനഡിറ്റ്സിനെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. എഗ് അപ്പാരറ്റസ്. ഓക്കെ. ഇനി എന്താണ് ചലാസ റീജിയൻ എന്ത് വരും, 3 ആന്റിപോഡൽ സെൽസ് വരും. ചലാസ സെൽസ് എന്ത് വരുന്നു, ആന്റിപോഡൽ സെൽസ് വരുന്നു അല്ലെ. അങ്ങനെ എത്ര സെല്ലുകൾ ഇവിടെ ഉണ്ടാകുന്നു, 3 + 3 6 നടുക്ക് വലിയൊരു സെല്ല് അല്ലെ. ആ വലിയ സെല്ലിലാണ് എന്തുള്ളത്, 2 പോളാർ ന്യൂക്ലിയ കാണപ്പെടുന്നത് അല്ലെ. അപ്പം പോളാർ ന്യൂക്ലിയ കാണപ്പെടുന്ന സെൻട്രൽ ആയിട്ടുള്ള വലിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പൊ സെൻട്രൽ സെല്ലിലെ ന്യൂക്ലിയയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളാർ ന്യൂക്ലിയ. ഓക്കെ. ഇനി ചില പ്ലാന്റിന്റെ കേസിൽ ഈ പോളാർ ന്യൂക്ലിയ തമ്മിലാണ് ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയ ഹാപ്ലോ ന്യൂക്ലിയ അല്ലേ, അവ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പൊ ആ ഒരു ടേം നിങ്ങൾ ചിലപ്പോൾ കേട്ടാണ്. അപ്പൊ പോളാർ ന്യൂക്ലിയയുടെ മറ്റൊരു പേരായിട്ട് ചില ചില ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പോളാർ ന്യൂക്ലിയ അല്ലെങ്കിൽ സെക്കൻഡ് ന്യൂക്ലിയസ് എന്ന് പറയും. പക്ഷെ തെറ്റാണ്. പോളാർ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. കാരണം അത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. പോളാർ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഈ 2 പോളാർ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെയാണ് വിളിക്കുന്നത് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഓർത്തോളൂ. അപ്പം എംബ്രിയോസാക്കിലുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, നമുക്ക് എംബ്രിയോസാക്കിൽ നോർമലി ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ ചില പ്ലാന്റിൽ എംബ്രിയോസാക്കിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ആ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് എങ്ങനെ ഉണ്ടാകുന്നതാണ്, ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 പോളാർ ന്യൂക്ലിയസ്. അതിനെ വിളിക്കുന്നവരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഓക്കെ. ഇവിടെ നോക്കി. അപ്പൊ ഇപ്പൊ ഈ കാണിച്ച നേരെ റിവേഴ്സ് ഓർഡറിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഇവിടെ മൈക്രോപൈലാറിന്റെ മുകളിലാണ്, ഇവിടെ വരുമ്പോൾ മൈക്രോപൈലാറിന്റെ താഴെയാണ്. അപ്പൊ മൈക്രോപൈലാർ എന്നുള്ള 3 സെല്ലുകളാണ് എഗ്ഗും സൈനഡ്രിഡ്സും അല്ലെ. അപ്പൊ അവയെ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. പിന്നെ ഇവിടെ പോളാർ ന്യൂക്ലിയ കാണപ്പെടുന്ന സെല്ലാണ് സെൻട്രൽ സെൽ. പിന്നെ ചലാസ ലെൻഡിൽ എന്ത് വരുന്നു, ആന്റിപോഡൽസ്. 3 സെല്ലുകൾ അല്ലെ, ആന്റിപോഡൽസ്. ഇനി ഈ സൈനഡ്രിഡ്സിന്റെ അകത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കണ്ടില്ലേ, കൈയിലെ വിരലുകൾ പോലുള്ള സ്ട്രക്ചർ കണ്ടില്ലേ സൈനഡ്രിഡ്സിന്റെ അവിടെ. സൈനഡ്രിഡ്സിന്റെ മൈക്രോപൈലാർ എൻഡിലുള്ള വാള്, ഇപ്പൊ എല്ലാ വാളിലും ഇല്ല, മൈക്രോപൈലാർ എൻഡിലുള്ള വാളിൽ വിരലുകൾ പോലുള്ള ചില പ്രൊജക്ഷൻസ് നടത്തും അല്ലെ. ഈ വിരലുകൾ പോലുള്ള ഈ ഔട്ട്ഗ്രോത്തിനെയാണ് വിളിക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ്. സൈനഡ്രിഡ്സിന്റെ ഔട്ടർ വാളിൽ എന്തുണ്ട്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വിളിക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കെ. ഇത് എന്താണ് ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷനിലെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്, എന്താ ചെയ്യുന്നത്, ഇറ്റ് ഗെയിൻ ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ഇൻടു സൈനഡ്രിഡ്. സൈനഡ്രിഡ്സിലേക്ക് തന്നെ പോളൻ ട്യൂബ് വളർന്നു വരാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് ഫിലിഫോം അപ്പാരറ്റസ് അല്ലെ. അപ്പൊ ഈ വിരലുകൾ പോലുള്ളതിന്റെ ഇടയിലൂടെ ആര് വളർന്നു കയറും, പോളൻ ട്യൂബ് വളർന്നു കയറും. അപ്പൊ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിന്റെ ഡീഓറിയന്റേഷൻ നടക്കും അല്ലെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സ്ഥാനം മാറിപ്പോകാതെ കറക്റ്റ് എങ്ങോട്ടേക്ക് തന്നെ പോകും, സൈനഡ്രിഡ്സിലേക്ക് തന്നെ വളർന്നു കയറും. അപ്പൊ അങ്ങനെ സൈനഡ്രിഡ്സിലേക്ക് തന്നെ പോളൻ ട്യൂബിനെ വളർത്താൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ് എന്താ ചിലപ്പോൾ ചോദിക്കാം, എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ദ വാൾ ഓഫ് സൈനഡ്രിഡ്സ് ടുവേർഡ്സ് മൈക്രോപൈലാർ ഇൻ ദി സ്കൂൾ ഡാഷ്. എന്താണ് ഫിലിഫോം അപ്പാരറ്റസ്.
ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗൈഡ്സ് ഗ്രോത്ത് ഓഫ് പോളൻ ഇൻറ്റു മൈക്രോ ഇൻറ്റു ദ സൈനോഡ് അല്ലെ, സൈനോഡിസിലേക്ക് വളരാൻ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ നോട്ട് അടുത്തതായിട്ടൊന്ന് കാണിക്കാം. ഈ നോട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ടിന്റെ അകത്തുണ്ട്, വായിച്ചോളൂ. അപ്പൊ എനിക്കൊരു റെസ്റ്റ് എടുക്കണം, മറ്റേ തൊണ്ടവേദന എടുക്കണം.